നിങ്ങൾ ഡൽഹി വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ ഈ കൊണാട്ട് പ്ലേസ് അല്ലെങ്കിൽ രാജീവ് ചൗക്ക് എന്ന് പറയുന്ന ഈ പ്രദേശം കണ്ടിട്ടുണ്ടാവും. ഡൽഹിയിലെ ചരിത്രപരമായിട്ടും വാണിജ്യപരമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണിത്. വളരെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കേന്ദ്ര ഭാഗമാണെന്ന് തന്നെ പറയാം ഈ ഒരു പ്രദേശത്തെ. കൊണാട്ട് പ്ലേസ് എന്നാണ് ഇതിനെ പറയുന്നത്. 1920 റോബർട്ട് ടോർ റസൽ എന്ന് പറയുന്ന ഒരു ഡിസൈനറാണ് ഈ സ്ഥലം ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇംഗ്ലണ്ടിലെ ബാത്ത് എന്ന സ്ഥലത്തുള്ള റോയൽ ക്രസൻറ്റ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൽ നിന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ ബിൽഡിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 1929 കൺസ്ട്രക്ഷൻ തുടങ്ങി ഇതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ 1933 തീർന്നത്. 1911 കൽക്കട്ടയിൽ നിന്ന് തലസ്ഥാനം ഡൽഹിയിലോട്ട് മാറ്റിയപ്പോൾ ന്യൂഡൽഹിക്ക് ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട വാണിജ്യമായിട്ടുള്ള കേന്ദ്രമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് ബ്രിട്ടീഷുകാർ. ജോർജിയൻ വാസ്തുശില്പ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബിൽഡിങ്ങുകൾ എന്ന് പറയുന്ന ഒരു വൃത്താകൃതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ ഒരു റേഡിയൽ ഷേപ്പിൽ ഇങ്ങനെ റോഡുകളും പോകുന്നതായിട്ട് ഇതിൽ കാണാം. ഡൽഹിയുടെ ഒരു കേന്ദ്രഭാഗം എന്ന നിലയിലും വളരെ തിരക്കുള്ള ഒരു പ്രദേശം എന്നുള്ള രീതിയിലും വളരെ അതുല്യമായിട്ടുള്ള ഒരു വാസ്തുശില്പങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശം എന്നുള്ള രീതിയിലും വളരെ പോപ്പുലറാണ് ഈ ഒരു റീജിയൻ. വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ കൊമേഴ്ഷ്യൽ ഏരിയാസാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രമായിട്ടും വിനോദോപാധികൾക്കുള്ള ഒരു സ്ഥലമായിട്ടൊക്കെയാണ്